അപ്പോൾ അങ്ങ് ബോളിവുഡിൽ നിന്ന് അവർ അസ്ത്രം വരുന്നുണ്ട് അവരുടെ. അതായത് ഈ പടത്തിൽ അവർക്ക് വളരെയധികം എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരു സിനിമയാണ് ദുരന്തർ. ബോളിവുഡിന് മൊത്തത്തിൽ എല്ലാവരും കൂടെ. കാരണം ഈ സിനിമയ്ക്ക് അവരുടെ ഒരു കംബാക്ക് ആയിരിക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. സോ നമുക്കത് നോക്കാം. ടീസർ നല്ല രസമുണ്ടായിരുന്നു. അതിലെ സോങ് നമ്മൾ കണ്ടു. അതെ, അതിൻ്റെ സോങ് ദുരന്തൻ്റെ ടൈറ്റിൽ ട്രാക്കും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ദുരന്തൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. 4 മിനിറ്റ് ഉണ്ട്. ട്രെയിലർ തന്നെ രൺവീറിൻ്റെയും കംബാക്ക് എന്തോ, അവനും കുറച്ചധികം പ്രോജക്റ്റ് കുറച്ച് നാളായല്ലോ. അതെ, കുറച്ച് സമയമായിട്ടുണ്ട്. ഈ ഡോൺ 3 ഒക്കെ അനൗൺസ് ചെയ്തിട്ട് അനക്കമില്ല. സോ നമുക്ക് ദുരന്തറിൻ്റെ ട്രെയിലർ കണ്ടുനോക്കാം. 1971 के जंग के बाद पाकिस्तान में बड़ा उदास सा माहौल था. मैं 6 साल का था. रेडियो सुन रहा था. उस वक्त जिया उल हक ने एक ऐसी बात बोली जो मेरे जहन में गड़ गई. ब्लीड इंडिया विद 1000 cuts. बिल्कुल ऐसे जिस तरह हमने इसके जिस्म पे ചൂണ്ട കോർത്തിട്ടിരിക്കുകയാണ്. ചൂണ്ടയല്ലേ അത്? ചൂണ്ടയിൽ. അയ്യോ, इससे बदतर हालत करूंगा मैं उस मुल्क की. लेकिन आज का बिस्मिल्लाह इसके साथ. ഒറ്റവലി. मेजर इकबाल ISI से मर्जी के बगैर पाकिस्तानी सियासत का एक पत्ता नहीं है. मुस्तकबिल बदल जाता है. ഇൻസ്പയർഡ് ബൈ ഇൻക്രെഡിബിൾ ട്രൂ ഇൻസിഡൻസ് അല്ലേ? ഇൻസ്പയർഡ് ബൈ तोड़ने के लिए मुट्ठी बंद करना जरूरी है. We must infiltrate the very core of terrorism in Pakistan. ताकि वो भारत के खिलाफ अगर नींद में भी सोचे ना तो उनके ख्वाब में भी हम बैठे नजर आने चाहिए. സാറാമജി ദൈവത്തിരുമകൾ. जो वादा किया गया मुझसे भूलने की गुस्ताखी मत करना. സ്വീറ്റ്സിന്റെ മടക്കിട്ട് रहमान डकैत की दी हुई मौत बड़ी कसाई मार होती है. എഫക്ട്സ് പ്രൊഡക്ടർ. बहुत साल पहले ना एक शैतान और एक जिन है. समझ सकते 9 महीने बाद जो पैदा हुआ उसका नाम पड़ा चौधरी असलम. സഞ്ജു ബാബ. अगर मेरे साथ दगाबाजी की ना तो मारने से पहले तुझे रणवा बना दूंगा. और जमील साहब आपको खस्सी अगर तुम लोगों के पटाखे खत्म हो गए तो मैं धमाका शुरू करूं. നല്ല ട്രാക്ക്. അടിപൊളി അല്ലേ? നല്ല ട്രാക്കാണല്ലോ. അയാൾ ഓൾറെഡി മരിച്ചിരിക്കാണല്ലോ അല്ലേ? ഒരു സംഗീത സാന്ദ്രമായ സിനിമയെന്ന് തോന്നുന്നു. നല്ല ക്ലാസിക്കൽ മ്യൂസിക്കും
നല്ല ട്രാക്ക് ആയിരിക്കും അത്. എനിക്ക് ഇതിൻ്റെ ടൈറ്റിൽ ട്രാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് ടോണലി ഓഫായിട്ട് തോന്നിയായിരുന്നു. ഒരു മറ്റേ ആ സീൻ കഴിഞ്ഞിട്ട് നേരെ റാപ്പ് മ്യൂസിക്കൊക്കെ അടിപൊളി അടിപൊളി എന്നുള്ള സെറ്റപ്പ് എനിക്കെന്തോ അങ്ങനെ തോന്നി. എങ്ങനെ മറ്റേ ആ മുഖത്ത് നിന്ന് ഇത് വലിച്ചെടുക്കത്തില്ലേ, ആ സിറ്റുവേഷനിലുള്ള ടോണില്ലേ പടത്തിൻ്റെ, ഞാൻ വിചാരിച്ചു വളരെ സീരിയസ് ആയിട്ടുള്ള പടമായിരിക്കും. പക്ഷെ പിന്നെ അത് സീരിയസ് ആയിട്ടുള്ള പടമാണ്. അല്ല ഞാൻ ട്രാക്ക് വന്നപ്പോഴേ ഫൺ ആക്ഷൻ മൂവിയുടെ ട്രാക്കും ആ ലൈനില്ലേ നമ്മൾ പറയുന്നത് ഇന്ത്യ പാക് ഇതിനെ കുറിച്ച് ഇവർ ആക്ച്വലി ഇൻസ്പയർ ചെയ്തു എന്നുള്ള ലൈനാണ് പറയുന്നത്. ഇവരിങ്ങനെ അത് തന്നെ എടുത്തു വെക്കുന്ന ലൈനല്ല, പ്രോപ്പർ പക്ക സിനിമാറ്റിക് ആയിട്ട് ഭയങ്കര 3 മണിക്കൂറുണ്ട് പടം. പിന്നെ അങ്ങോട്ട് സിനിമാറ്റിക് ആയി ഫീൽ ചെയ്തു. പക്ഷേ 3 മണിക്കൂർ പടമുണ്ട്. 4 മിനിറ്റ് ട്രെയിലർ. ട്രെയിലറിനകത്ത് തന്നെ വില്ലന്മാര് മൂന്ന് പേരുടെ, അതായത് വില്ലന്മാരെന്നല്ല, എനിക്ക് സഞ്ജയ് ദത്ത് വില്ലനാണെന്ന് അറിയത്തില്ല, പക്ഷെ അവര് 3 പേരുടെ ഇൻട്രോ ഉണ്ട് എല്ലാവർക്കും അല്ലേ. രൺവീറിനാണ് ഏറ്റവും കുറച്ച് കാണിച്ചിരിക്കുന്നത്. രൺവീറിന് ഇനി പടത്തിലായിരിക്കും മുഴുക്ക കൂട്ടത്തിൽ എനിക്ക് താല്പര്യം കുറവുള്ള ആക്ടർ രൺവീറാണ്. എനിക്ക് രൺവീർ സിംഗ് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. എനിക്ക് പുള്ളിയുടെ ഒരു സ്വാഗ് എല്ലാത്തിലും ഒന്നുമല്ല, അത്യാവശ്യം കോമഡി അല്ലാത്ത സാധനങ്ങളെല്ലാം എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് പുള്ളിയുടെ ഏറ്റവും കുറവായിട്ട് തോന്നുന്നത് പുള്ളിയുടെ സൗണ്ടാണ്. ഞാൻ മറ്റേ ബജ്റാ മസ്താനിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. പക്ഷേ അതിനകത്ത് രാജാവ് സംസാരിച്ചു തുടങ്ങുമ്പോൾ എന്തോ ഒരു എടാ ഇത് നിർത്താവുന്നില്ലല്ലോ എന്ന് തോന്നുന്നു. രാജാവിന്റെ പോലെ ശബ്ദമല്ല, അല്ല അങ്ങനല്ല, മറ്റേ ബാഹുബലിയെ പോലെ സംസാരിക്കണം എന്നല്ല, എന്നാലും ഒരു പയ്യൻ ഫീലായിരുന്നു ആ പടത്തിൽ കാണുമ്പോൾ. പിന്നെ എല്ലാ വില്ലന്മാരും എനിക്ക് അക്ഷയ് ഖന്നയാണ് നമ്മൾ മറ്റേ ചാവക്കകത്ത് കണ്ടേ. പിന്നെ പുള്ളി വില്ലനായിട്ട് ഭയങ്കര രസമാണ്. അത് ഇതിനകത്ത് തന്നെ പുള്ളിയെ കാണിക്കുന്നത്, പുള്ളിയുടെ ലുക്കൊക്കെ തന്നെ. അക്ഷയ് ഖന്ന, അർജുൻ റാംപാൽ, സഞ്ജയ് ദത്ത്. അർജുൻ റാംപാലിന്റെ ലുക്ക് ഭയങ്കര രസമുണ്ട്. അർജുൻ റാംപാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആള് ഭയങ്കര കിടിലൻ ലുക്കുള്ള മനുഷ്യനാണ്. അയാളെ പടത്തിൽ വില്ലനായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അതായത് നായകനാവേണ്ട ആളാ. അല്ല മറ്റേത് ഭയങ്കര ഓം ശാന്തി ഓമിനകത്തും പുള്ളി ഭയങ്കര രസമുള്ള. പുള്ളി ഇതിലും നല്ല വില്ലൻ വേഷം ചെയ്തൊരു പടമുണ്ട്, മറ്റേ കങ്കണ റണൌത്തിന്റെ പടം ദാക്കഡ്. പടം ഷോക്കായതുകൊണ്ട് പുള്ളിയുടെ റോള് വെറുതെ ആയിപ്പോയി. പക്ഷെ അതിനകത്ത് പുള്ളി അടിപൊളിയായിരുന്നു, ഭയങ്കര രസമാണ്. പുള്ളി വില്ലനായിട്ട് വരുമ്പോഴേ ഒരു സ്ക്രീൻ പ്രസൻസ് നല്ല രസമാണ്. പക്ഷെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ അക്ഷയ് ഖന്നയാണ്. അക്ഷയ് ഖന്ന മറ്റേ പുള്ളിയാണ് എപെക്സ് പ്രെഡേറ്റർ ആയിട്ട് കാണിച്ചിരിക്കുന്നത്, മനസ്സിലായി. ഇവർക്കൊക്കെ മേളുള്ള ആളെന്ന് പറയുന്നത്. സഞ്ജയത്തിന് ഇപ്പം സിനിമയുടെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ എത്ര പേരെ കൊല്ലണം, അല്ല ഏത് റോളാണെന്നും ചോദിക്കത്തില്ല. അതെ അതെ, അല്ല എത്ര തവണ ഞാൻ ഫയർ ചെയ്യണം, അല്ല എത്ര പേരെ ഇടിക്കണം, എത്ര കൊലപാതകം ഉണ്ട് പടത്തിൽ. അത് ഞാൻ കണ്ട് ഇപ്പം പുള്ളി വണ്ടിയിൽ നിന്ന് ഇറങ്ങി സിഗരറ്റ് വലിക്കുന്നത് എല്ലാ പടത്തിലും അത് തന്നെ ഉണ്ടെന്ന്. അതാണ് കുറച്ച് എന്താ പറയാ ക്ലിഷേ വില്ലൻ. ബാക്കി 2 വില്ലന്മാരും സഞ്ജയത്ത് കുറച്ചുകൂടെ ചൂസ് ചെയ്ത് പടം എടുക്കേണ്ട ടൈം കഴിഞ്ഞു. അതെ കഴിഞ്ഞ ദിവസം ഒരു റോസ്റ്റ് കണ്ടായിരുന്നു, മറ്റേ പ്രയത്തെ പിടിക്കാൻ പോകുന്നൊരു പടം ഉണ്ടല്ലോ സഞ്ജയ്. ഓർമ്മയുണ്ട്. പടത്തിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. റോസിന്റെ ഇതിൽ കണ്ടതാ. അയ്യോ, ഗോസ്റ്റ് ഹണ്ടർ ആയിട്ട് പുള്ളി. അതെ അതെ, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഒരു തിയറി കേട്ടായിരുന്നു, ഈ അജിത് ദോവല്ലേ മറ്റേ അതിന്റെ ചെറുപ്പകാലമായിരിക്കും ചിലപ്പോ രൺവീറിന്റെ ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത്. അല്ലല്ല, ആക്ച്വലി പുള്ളിയാണ് ഇവനെ ഈ ക്യാരക്ടറിനെ നിയോഗിച്ചിട്ട് അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അല്ല, പക്ഷേ ഗോഡ് ഫാദർ ലൈനിൽ നിൽക്കുന്നത് മാധവന്റെ ക്യാരക്ടർ ആയിരിക്കും. മാധവന്റെ ക്യാരക്ടറാണ് ഈ മിഷൻ തുടങ്ങുന്നത്. അപ്പൊ അതിനവർ ചൂസ് ചെയ്യുന്ന ആളാണ്, നമ്മളൊരാളെ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ആളാണ് രൺവീർ സിംഗ്. അങ്ങനെ ഇതിന്റെ ഒറിജിനൽ സ്റ്റോറി, അതായത് ഈ നടന്ന ഒറിജിനൽ ഇൻസിഡന്റിന്റെ ഒരു സ്റ്റോറി ഞാൻ അത് കേട്ടായിരുന്നു. ആ സ്റ്റോറി തന്നെ നല്ല മാസ് സ്റ്റോറിയാണ്. അപ്പൊ ഒരുപാട് സ്പൈകളുള്ള ബോളിവുഡിൽ നിന്ന്. അതെ, പിന്നെ ഒരുപാട് സ്പൈ യൂണിവേഴ്സ് വരെ ഉള്ളവർക്ക് അവിടെ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ. അല്ല, കണ്ടിട്ട് അതിലും കുറച്ചുകൂടെ വെൽ മെയ്ഡ് ആണ്. ഇപ്പം മേക്കപ്പ് ആയാലും ഈ ബ്ലാസ്റ്റ് പ്രൊഡക്ഷൻ ക്വാളിറ്റി ഭയങ്കര, ആക്ഷൻ സീക്വൻസ് ഒക്കെ അത്യാവശ്യം ഡയറക്ഷൻ അല്ലേ, ബ്ലാസ്റ്റും പരിപാടി ഇപ്പൊ ഉറിക്കാത്താണേലും. അതെ അതെ, ഭയങ്കര രസം. അതായത് ആദിത്യദർ അദ്ദേഹത്തിന് 2ാമത്തെ സിനിമയാണ് ആസ് എ ഡയറക്ടർ. അല്ല, അതിനകത്തും ഈ പറയുന്ന പോലെ ഹൈറ്റൻഡ് ആണ് അതിന്റെ സീൻ വൈസ്. അത് കുറച്ച് ആക്ഷൻ പടം ലൈനാണ് സീനൊക്കെ, പക്ഷെ നമ്മൾ കാണുമ്പം നല്ല ക്വാളിറ്റി മേക്കിംഗ്. ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്വാളിറ്റിയിലേ. ഇതിന്റെ അകത്ത് തന്നെ ആ ബ്ലാസ്റ്റ് അത് കഴിഞ്ഞിട്ടൊരു ഓട്ടോ ഷോ ആയിരുന്നു, 2 റൗണ്ട് കാണാനായിട്ട്. നമ്മൾ അന്ന് മറ്റേ ആക്ഷൻ പടത്തിന്റെ ഒരു ഇത് ചെയ്തില്ലേ, അതിനകത്ത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു ഉറിക്കാത്താണ് ഈ വളരെ കുറച്ച് ഇന്ത്യൻ പടത്തിൽ ഈ ടാക്ടിക്കൽ ഷൂട്ടിംഗ് ആണ്. നമ്മൾ ഈ പോയിന്റ് എ ടു പോയിന്റ് ബി ചെന്ന് മിഷൻ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരത്തില്ലേ, നമ്മളെപ്പോഴും കാണിക്കുന്ന നേരെ മിഷൻ ഇടിച്ച് ആ സംഭവം മാത്രമാണ്. പക്ഷെ പോയിന്റ് ചെയ്യുന്ന പോയിന്റ് വരെ ലാസ്റ്റ് കണ്ടു, ഒരു ലാസ്റ്റ് സീക്വൻസ് ഉണ്ട്, ഇങ്ങനെ ഇവിടുന്ന് വന്ന് അകത്ത് കയറി. അത് നമ്മൾ ഈ ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നമുക്ക് കീർത്തിയേക്കർ കണ്ടപ്പോഴത്തേനും ഭയങ്കര ഒരു ഹൈ തോന്നിയത്. അത് കുറെ കൂടെ ബെറ്റർ ആയിട്ട് അത് അന്ന് ചെയ്തിട്ടുള്ള എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സാധനം. അപ്പോൾ ദുരന്തർ ഡിസംബർ 5-ാം തീയതിയാണ് റിലീസ്. അതെ, മറ്റേ മറ്റേ പേര്
നമ്മളെ സംബന്ധിച്ച് ബോളിവുഡിൽ നിന്ന് ദുരന്തമാകാത്തൊരു സിനിമയാകും. അതെ അതെ അതെ, ദുരന്തർ എന്ന പേരുണ്ടെങ്കിലും സിനിമ ഒരു ദുരന്തമാവില്ല. ഇവരുടെ അകത്ത് യശ് രാജിന്റെ ക്രോസ് ഓവർ ഒന്നും വരത്തില്ലല്ലോ, ടൈഗർ ഒന്നും വന്ന് നിൽക്കത്തില്ലല്ലോ ഘട്ടത്തിൽ. ഒരിക്കലും അതിനുള്ള ഒരു അങ്ങനെയൊന്നും ഒരിക്കലും പാടില്ല. ഇത് ആക്ച്വലി സിനിമ ചിന്തിക്കുക പോലും ചെയ്യും. അല്ല, ഈ സിനിമയ്ക്ക് ആക്ച്വലി ഇപ്പം മൊത്തത്തിൽ ഇവർക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ട്. അതായത് ഇത് അവിടെ കുറച്ച് ഇതിൽ ഡയലോഗ് പറയുന്നില്ല, നിങ്ങളുടെയൊക്കെ വെടി തീർന്നെങ്കിൽ ഞാൻ കൊടുത്തട്ടെ എന്ന് ചോദിക്കുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അത് തന്നെ ഒരർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും ആൾക്കാർ പൊട്ടിച്ചല്ലോ പടം, ഇനി എൻ്റെ ഊഴമാണ് എന്ന് രൺവീർ പറയുന്ന പോലത്തെ ഒരു സാധനം. പറയാതെ പറയുന്നില്ല, വിജയിപ്പിക്കാൻ. അത് തന്നെ ഉദ്ദേശിക്കുന്നത് മറ്റേ ബ്ലാസ്റ്റ് എന്നുള്ള സംഭവം. ഈ പട്ടാക്ക സിമിലർ ഡയലോഗ് നമ്മുടെ പഠാനിലുണ്ട്. അതായത് ആഘോഷം പഠാന്റെ വീട്ടിൽ വെച്ചാൽ ധമാക്ക ഞാൻ കൊണ്ട് അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട്. അത് രസമുള്ള ഡയലോഗ്, ഓർമ്മയില്ല, ട്രെയിലറിലൊക്കെ ഉണ്ട്. അതും പട്ടാക്കിയായിരുന്നു. പക്ഷെ തുടങ്ങിയ രസമുണ്ടായിരുന്നു ഇൻട്രോ ഒക്കെ. സ്പൈ യൂണിവേഴ്സുകളുടെ റോഡിലിറങ്ങിയ സ്പൈയെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ബോളിവുഡില്ല. അപ്പോൾ അവിടുന്ന് പുതിയ സ്പൈ, പക്ഷേ നീ സ്പൈ അല്ലേ. അപ്പോൾ അവിടുന്ന് വളരെ മികച്ച ഒരു പടമായിരിക്കും ഇതെന്ന് തോന്നുന്നു. കാരണം അവർക്ക് ഒരു ഭയങ്കര നല്ലൊരു ഹിറ്റ് വേണം അവിടെ. അതായത് എല്ലാവരും ചർച്ച ചെയ്യുന്ന, ഇന്ത്യ മൊത്തത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ ബോളിവുഡിൽ നിന്ന് വരണം എന്നുള്ളത് അവരുടെ ഒരു വലിയ ആവശ്യം. ട്രൂ ഇവന്റ്സ് ഇൻസ്പയർഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള ഉറിക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഉറി എന്ന് ഇറങ്ങിയപ്പം ഉറി ജസ്റ്റ് ആ ഹിന്ദിയിൽ മാത്രം നിന്നല്ല, ആ പടം എല്ലായിടത്തും അതിനെപ്പറ്റി സംസാരിച്ചു. ഗ്ലോബലി അത് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുന്നൊരു പരിപാടിയാണ് അതിൻ്റെ അകത്ത് അവർ ചെയ്തത്. ഉറിയിലാരാ ഈ അജിത് ഡോവാലിന്റെ ക്യാരക്ടർ ചെയ്ത്? അതിനകത്തും ഉണ്ടല്ലോ പുള്ളി മാധവനായിരുന്നു. അല്ല, അതുമായിട്ട് ലിങ്ക് വല്ലതും ചെയ്യുമെന്ന് അറിയണം. ഉറിയുടെ യൂണിവേഴ്സും സെയിം അല്ലേ? ആണോ? പുള്ളി തന്നെയാണല്ലോ അപ്പോഴും അല്ലേ ഇന്റലിജൻസ് വിങ്ങിന്റെ? അറിയില്ല, ശരിയല്ലേ? ഉണ്ട് അതിനകത്തും അത്രയും വിവരങ്ങൾ ഞങ്ങൾക്കില്ല. ഈ കൂട്ടത്തിൽ ബുദ്ധിയുള്ള വിവരമുള്ള ആള് അദ്ദേഹമല്ലേ, അദ്ദേഹം സംസാരിക്കട്ടെ. നമുക്കറിയില്ല, നമ്മൾ ട്രെയിലർ കാണുന്നു, സംസാരിക്കുന്നു. പക്ഷേ കണ്ടത് വെച്ച് ഭയങ്കര നല്ല വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ആദിത്യദാറിൽ നമുക്ക് വിശ്വാസമുണ്ട്. എന്തായാലും നമുക്ക് തിയേറ്ററിൽ കാണാം. ഡിസംബർ 5-ാം തീയതിയാണ്. ഉടനെ തന്നെ തിയേറ്ററിൽ വരും. പാപ്പം അപ്പം കണ്ടിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.